ഹലോ വാട്ട്സപ്പ് ഗൈസ്. ഇപ്പം നമ്മളിന്ന് പോകാൻ പോണത് ഫോറം മാളിലേക്കാണ്. ബാംഗ്ലൂരാണുള്ളത്. ഇപ്പം നേരെ ഫോറം മാളിലേക്ക് വണ്ടി ഓടിച്ച് പോവാണ്. രാവിലെ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു, അത് മൂഞ്ചിപ്പോയി ഗൈസ്. അപ്പോൾ ഇതിനെങ്കിലും പിടിക്കണം. അപ്പോൾ അതെ വണ്ടി ഓടിക്കുന്നത് അസ്കർ അക്കു. അപ്പം ഞങ്ങൾ നേരെ ഇവിടെയാണ്. ഇന്ന് ബാംഗ്ലൂർ നല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. വൈകുന്നേരം സമയമുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അതേ അടുത്ത് തന്നെ വേറൊരു മാളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ് വെഗാ സിറ്റി മാള് അടിപൊളി മാളാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സിനിമ ഒക്കെ കയറിയിട്ടുണ്ട്. തിയേറ്ററൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് ഏതാ തിയേറ്റർ ഉണ്ടായി അവിടെ? PVR. ആ PVR ആണെന്നുണ്ടായത്. നല്ല അടിപൊളി തിയേറ്ററാണ്. കൊള്ളാം ഗൈസ്. അപ്പോൾ ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. മഴ പെയ്യൊന്ന് കണ്ടറിയണം ഗൈസ്. അപ്പോൾ നമുക്കിനി ഇവിടെ പോയിട്ട് കാണാം. ഫോറം മാള് എറണാകുളത്തുണ്ടെങ്കിലും ഇവിടെയാണ് ഏറ്റവും നല്ല അടിപൊളി കേട്ടോ. നേരെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വണ്ടി. പാർക്കിങ്ങിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിത് പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്ടോ. എടാ നിങ്ങൾക്ക് ഇവിടുത്തെ മാളാണോ അതോ എറണാകുളത്തെ മാളാണോ ഇഷ്ടം? സോറി, നീ എറണാകുളത്തെ മാളിൽ പോയിണ്ട, ഫോറം മാളിൽ പോയിണ്ട. നീ പോയുള്ള എന്റെ അളിയാ. എറണാകുളത്ത് ഒരു ഫോറം മാളുണ്ട്. അപ്പൊ ഇതാണ്ട് കുറച്ചും കൂടി മഞ്ഞ വലിപ്പം കൂടുതൽ. എറണാകുളത്ത് ഫോറം മാൾ ഇത്രയും വലുതില്ല, പക്ഷെ ലുലു മാള് ഇതിനേക്കാളൊക്കെ വലുതാണ്. നമുക്ക് നേരെ പാർക്ക് ചെയ്തിട്ട് വരാം. നമ്മള് മാളിന്റെ ഉള്ളിൽ കാശ് കൊടുത്ത് പാർക്ക് ചെയ്യില്ല. ലോക്കൽ എവിടെയും സ്ഥലം നോക്കട്ടെ, എന്നിട്ട് വേണം മൂച്ചാൻ. ഏറും കുത്തിക്കളി ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടാ. നമ്മള് വണ്ടി ഇടുന്ന സ്ഥലത്ത് ഏതിലും ആൾക്കാർ വന്നിട്ട് ഏറ് കുത്തിക്കളയും. അതിന്റെ വീടിന്റെ കൊണ്ടാണോ നമുക്കറിയില്ല, നമ്മള് കണ്ടിട്ടില്ല. ഈ വണ്ടിയിൽ ക്യാമറ വെക്കണം, ആരെ കുത്തിക്കളയാൻ നോക്കിയിട്ടോ. 3 ടയറൊക്കെ കുത്തിക്കളയും. അതിന്റെ കണ്ണി കൂടി പറക്കും. 2 പ്രാവശ്യം കണ്ടല്ലേ? 2 പ്രാവശ്യം അല്ലേ? 2 പ്രാവശ്യം പോയാണ്. അടിപൊളിയാട്ടോ ഇതിൽ കൂടി നടക്കാനൊക്കെ ആയിട്ട്. വൈകുന്നേരമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല വൈബായിരിക്കും. അവന്മാർ ബാക്കിൽ കൂടി നടന്നുണ്ട്. ഇനി ഞാൻ ഒരു പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. ആകെ അതിഗംഭീരമായ മാളാണ്. കൊള്ളാട്ടോ, നല്ല അടിപൊളിയാണെന്ന്. ഈ പച്ച സാധനം കഴിഞ്ഞാണോ വന്നപ്പോൾ ഉണ്ടായില്ല. ഇനി ഇത് വല്ല ഡിസ്പ്ലേ ആണോ? ഉണ്ടോ? അതിൻ്റെ തൊട്ടടുത്ത് ഫ്ലാറ്റൊക്കെ ഉണ്ടല്ലേ? ഇപ്പോഴാ തൊട്ടപ്പുറത്ത് തന്നെ ഫ്ലാറ്റൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഫോറം മാളിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി എല്ലാവരും ഉണ്ട്. ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റാ ഉണ്ടല്ലോ. ഫോറം മാളിൻ്റെ ഉള്ളിൽ മറ്റേ ലുലുവിൻ്റെ ഫ്രഷ് മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് പോലത്തെ സംഭവം ഉണ്ട്. സംഭവം നല്ല രസമുണ്ട് കാണാനൊക്കെ, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ബാംഗ്ലൂരുള്ളവരൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അടിപൊളിയാണ് സംഭവം, കാണാനൊക്കെ നല്ല സെറ്റപ്പുണ്ട്. നമ്മുടെ എറണാകുളത്ത് ലുലുവിന് അത്ര ഇല്ല, എന്നാലും കാണാനൊക്കെ നല്ല രസമാണ്. കണ്ടോ, ഡെക്കറേഷനൊക്കെ കൂടുതലാണ് അവിടെ. അതാണ് സംഭവം. ഡെക്കറേഷൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തതാണ്. ഒന്ന് കയറി വരുമ്പോൾ തന്നെ കാണാൻ ഒരു വൈബല്ലേ, നല്ല അടിപൊളി വൈബാണ്. കയറി വരുമ്പോൾ തന്നെ അതേ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ സംഭവം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നുണ്ട്. അടിപൊളിയാണ്. സെക്യൂരിറ്റി ചേട്ടാ ഹായ്. സംഭവമൊക്കെയാണ്. കുറേ 4 ഫ്ലോർ ഉണ്ട്, 4-5 ഫ്ലോർ എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങടെ നടക്കണേന്ന് അറിയില്ല. എവിടെ അസ്ഥിക്കൂടം ഒരു സുന്ദരി, എന്താ സംഭവം ഇത്? കണ്ണടയൊക്കെ വെച്ചാൽ അസ്ഥിക്കൂടം നിൽക്കണേ. അതാണെന്നറിയാം, എന്തൊക്കെയോ കാണിച്ചു വിട്ടുന്നുണ്ട് ഗൈസ്. എന്തെന്നില്ലാത്ത നടത്താണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ ഷോപ്സ്. ഇത് എന്താണായി കന്നഡയിൽ ചോദിച്ചാണ് ഷോപ്പേഴ്സ് കണ്ട നല്ല അടിപൊളി സെറ്റപ്പാണ് ഇവിടെ.
മാളിൽ. അപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രൈസും കിട്ടുക സാധനങ്ങൾക്കൊക്കെ, നല്ല എക്സ്പെൻസുള്ള സാധനങ്ങളിരിക്കണത്. അതുകൊണ്ട് നമ്മളൊന്നും ഒന്നും വാങ്ങിക്കാൻ പോണില്ല. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നടന്നു വന്ന് ഇരിക്കാനാണ്. നിന്റെ അഭിപ്രായം എന്താ ഈ മാളിനെ കുറിച്ച്? അക്കരെ ഏതാണ്ട് കിറങ്ങിയിരിക്കാണ്. ആള് കുറവുണ്ട് ഇവിടെ, ആള് കുറവാ. ശോഭമൊന്നുമില്ല, പക്ഷെ നല്ല കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ, ഭംഗി കൂടുതലുണ്ടല്ലേ. നമ്മളിനി ഗെയിമിങ് സെക്ഷനിലേക്കൊന്ന് പോയോക്കാം എങ്ങനെയുണ്ടെന്ന് സംഭവം. അങ്ങനെ പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ചിനി പോവാം. പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. പടവുകൾ പയ്യെ നീങ്ങുകയാണ്. ഇപ്പോൾ തന്നെ വേറെന്തോ ഒരുമാതിരി മൂഞ്ചി സെറ്റപ്പ് ഇട്ട് അവിടെ. ഓ, ഗെയിമിങ് സെക്ഷനൊക്കെ വളരെ ബോറാണ് അല്ലേ? വളരെ ബോറാ, അധികമില്ല. നമ്മളിപ്പോൾ കുറേ ലുലുവായിട്ട് കമ്പയർ ചെയ്യണം. പക്ഷെ ഇത് കുഴപ്പമില്ല, വലിയ സെറ്റപ്പൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചത്ര സെറ്റപ്പില്ല. മാളെന്ന് പറഞ്ഞാൽ ഇച്ചിരി സെറ്റപ്പായിട്ട് വേണ്ട. അപ്പം അതിൻ്റെ അത്രയും സെറ്റപ്പൊന്നും കാണാനില്ല അവിടെ. ചുമ്മാ എന്തൊക്കെ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? ഇതെന്തോ വാങ്ങാം. ഇത്രേ ഉള്ളൂ കേട്ടോ അവിടെ ഗെയിമിങ് സെക്ഷനൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ അത് അങ്ങോട്ടേക്ക് കുറച്ചുണ്ട്. ഇതൊക്കെ മറ്റേ ബോളിൻ്റെ എന്തോ സംഭവമാണ്, ബോളൊക്കെ അറിയാൻ പറ്റണത്. ഇതോടുകൂടി ഗെയിമിങ് സെക്ഷൻ്റെ ഇത് കഴിഞ്ഞു. കുഴപ്പമില്ല. നമുക്ക് കണ്ടാസ്വാദനം കൂടുതലാ, തിന്നലില്ല, അനിക്കലില്ല. തിന്നാണെങ്കിൽ ബിരിയാണി മാത്രമേ തിന്നുള്ളൂ ഗൈസ്. അല്ല, നമ്മള് നാട്ടിൽ പോയി ഇങ്ങനെ കുഴിമന്തി, അൽഫാമ്. ഓ, ഇവനെ നാണ്ട് വിഷമാന്ന് തോന്നുന്നുണ്ട്. ഇത് ഇനിയുണ്ടാ മുകളിലേക്ക്? ഇനി മുകളിലേക്ക് എടുക്കണമെന്നറിയില്ല. മേണിയൊന്ന് മുകളിലേക്ക് കൂടി പോയോക്കാം നോട്ടെ. ഇതൊക്കെ എന്തൊക്കെയോ ഷോപ്സാണ് ഗൈസ്, എന്താണെന്നറിയില്ല. ഫുഡിൻ്റെയാണ്, ഫുഡിൻ്റെ അടിപൊളി. അതാണ് വലിയ നമ്മൾ ഇറങ്ങി പോകേ ഗൈസ്. ഇപ്പം നേരെ പോയി നോക്കാം. എന്തൊരു കഷ്ടം ആളായിട്ട്. ലിഫ്റ്റൊക്കെ വരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഈ പ്രായമായവർക്കൊക്കെ എൻ്റെ താഴെന്ന് ഇവിടെ മൊത്തം കപ്പിൾസാണ് ഉണ്ടാവും. നമ്മൾ പിന്നെ കപ്പിൾസ് ഇല്ലാത്തതുകൊണ്ട് ഇതേ ലവന്മാരായിട്ടാണ് വന്നേക്കണത്. എന്ത് പറയാനാ, ഗതികേട് എന്ന് പറഞ്ഞാൽ ഇമ്മാരി ഗതികേട് പറയാനല്ലേ ഗൈസ്. നടന്നപ്പോൾ കണ്ട ഷോപ്പാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇത് മറ്റേ പ്രതിമയുടെ മറ്റേ ദൈവങ്ങളിൽ എന്തോ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രതിമ കാര്യങ്ങളൊക്കെയാണ് മറ്റേത്. എന്താ അതിൻ്റെ മലയാളത്തിൽ പറയണം, ഫോട്ടോയും അതൊക്കെയാണ്, സംഭവമൊക്കെയാണ് ഇവിടെ. കട ഷോപ്പ് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ ലിഫ്റ്റ് കയറി താഴേക്ക് വന്നിട്ട്, അപ്പോൾ ഒരുത്തൻ കയറിയില്ല, ശരത്ത് കയറിയില്ല. കയറാൻ വന്നപ്പോൾ തന്നെ ലിഫ്റ്റ് അടിച്ച്. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ചേച്ചി ഇരിക്കണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഓപ്പറേറ്റ് ചെയ്യണത് ലിഫ്റ്റ്. അപ്പോൾ കയറിയില്ല. ഇനിയിപ്പോൾ അവനെ നോക്കി നിൽക്കണം. ഇനി എവിടെയാണെന്ന് അറിയില്ല. ഇനി ലിഫ്റ്റ് കയറി വരുമോ അതോ ഇനി സ്റ്റെപ്പ് കയറി വരുമോ, ഒരു പിടുത്തമല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇനി നോക്കിയിട്ട് കാണാം, കണ്ടറിയണം. അവൻ വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ വിചാരിച്ച് കളഞ്ഞു പോയിന്ന്. എത്തിയിട്ടുണ്ട്, ആളെത്തിയിട്ടുണ്ട്. പാനിക്കായി എന്നാണ് പറഞ്ഞത്.
പാനിക്കായി പോയി പുള്ളി. ശരത്ത എങ്ങനെയുണ്ടായി ഒറ്റപ്പെടൽ? പാനിക്കായി പോയി. പുള്ളി പ്രഷർ കൂടിയെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്, ഒന്നും പറയാനില്ല. ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. ബാക്കി ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.